നെതർലാൻഡ്സിൽ അഭയാർത്ഥി കേന്ദ്രങ്ങൾക്ക് നേരെ കനത്ത പ്രതിഷേധം. രാജ്യത്ത് വർദ്ധിച്ചുവരുന്ന അഭയാർത്ഥി പ്രശ്നങ്ങളെ തുടർന്ന് അക്രമാസക്തമായ പ്രതിഷേധത്തിനിടെ അഭയാർത്ഥി കേന്ദ്രത്തിന് പ്രതിഷേധക്കാർ തീയിട്ടു. 15 അഭയാർത്ഥികളും ഉദ്യോഗസ്ഥരുമുണ്ടായിരുന്ന കെട്ടിടത്തിനാണ് തീയിട്ടത്. ആർക്കും പരിക്കുകൾ ഉള്ളതായി റിപ്പോർട്ടില്ല. ലൂസ്ഡ്രക്റ്റിലെ താൽക്കാലിക അഭയാർത്ഥി ക്യാമ്പിലേക്ക് ഏകദേശം 400ഓളം വരുന്ന പ്രതിഷേധക്കാർ ഇരച്ചെത്തി. പ്രതിഷേധം അക്രമാസക്തമായതോടെ ഇവർ കെട്ടിടത്തിന് നേരെ പടക്കങ്ങളും തീപിടിക്കുന്ന രാസവസ്തുക്കളും എറിയുകയായിരുന്നു. ഇതിനെ തുടർന്ന് കെട്ടിടത്തിന് സമീപം കുറ്റിച്ചെടികൾക്ക് തീപിടിക്കുകയും അത് കെട്ടിടത്തിലേക്ക് പടരുകയും ചെയ്തു. തീ അണയ്ക്കാനെത്തിയ ഫയർഫോഴ്സ് സംഘത്തെ പ്രതിഷേധക്കാർ തടയാൻ ശ്രമിച്ചത് വലിയ ആശങ്ക സൃഷ്ടിച്ചു. പിന്നീട് കനത്ത പോലീസ് കാവലിലാണ് ഫയർഫോഴ്സ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. സംഭവത്തെ തുടർന്ന് പ്രദേശത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് പോലീസ് സുരക്ഷ ശക്തമാക്കി. ആക്രമണത്തിൽ പങ്കെടുത്ത നിരവധി പേരെ ഇതിനോടകം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നെതർലാൻഡ്സ് പ്രധാനമന്ത്രി റോബ് ജെറ്റൻ അക്രമത്തെ ശക്തമായി അപലപിച്ചു. ആശങ്കകൾ പ്രകടിപ്പിക്കാൻ ആർക്കും അവകാശമുണ്ട്, എന്നാൽ അക്രമവും തീവയ്പും ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഒരു വിഭാഗം ആളുകൾ നടത്തുന്ന ഇത്തരം ക്രൂരതകൾ പ്രദേശവാസികളിലും അഭയാർത്ഥികളിലും വലിയ ഭീതിയുണ്ടാക്കുന്നതായി ആക്ടിംഗ് മേയർ മാർക്ക് വെർഹൈജൻ വ്യക്തമാക്കി. സുരക്ഷയെക്കുറിച്ചോർത്ത് ആശങ്കപ്പെടുന്നവർ തന്നെയാണ് നാട്ടിൽ സുരക്ഷിതമല്ലാത്ത അവസ്ഥയുണ്ടാക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ലൈസ്ട്രക്റ്റിൽ മാത്രമല്ല, നെതർലാൻഡിലെ മറ്റു നഗരങ്ങളായ ഹേഗിലും അപ്പൽഡോണിലും ചൊവ്വാഴ്ച സമാനമായ കുടിയേറ്റ വിരുദ്ധ പ്രതിഷേധങ്ങൾ നടന്നു. അപ്പൽഡോണിൽ കഴിഞ്ഞ 5 ദിവസമായി അഭയാർത്ഥി കേന്ദ്രങ്ങൾക്ക് നേരെ പ്രതിഷേധം തുടരുകയാണ്. ഇവിടെയും പ്രതിഷേധക്കാർ പടക്കങ്ങൾ എറിയുകയും പോലീസുമായി ഏറ്റുമുട്ടുകയും ചെയ്തു. ഹേഗിൽ അഭയാർത്ഥികളെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും തമ്മിൽ തെരുവിലേറ്റുമുട്ടുന്ന സാഹചര്യവും ഉണ്ടായി. യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിൽ അഭയാർത്ഥികൾക്ക് അഭയം നൽകുന്നതിനെതിരെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ഭിന്നതകൾ നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ തുടർച്ചയായാണ് നെതർലാൻഡ്സിലും പ്രതിഷേധങ്ങൾ കനക്കുന്നത്. വരും ദിവസങ്ങളിലും ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധങ്ങൾ തുടരാൻ സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെഖേന ന്യൂസ്.